സന്തോഷമേ, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം, ജയ സന്തോഷം. യേശുവേ ശ്വസിച്ച സ്വരിച്ച ജയ സന്തോഷമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കുന്ന ഈ ലെൻ ടോക്സിലൂടെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ദിനങ്ങളിൽ കൂടെ ആകുന്നല്ലോ നാം കടന്നു പോകുന്നത്. മരണത്തെ ജയിച്ചെഴുന്നേറ്റ ക്രിസ്തു നേരിട്ട ജീവിതാനുഭവങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾക്കായി രക്തം ചൊരിഞ്ഞ ആ ക്രിസ്തുവിൻ്റെ ജീവിതമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ നാളുകളിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തേക്ക് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കുന്നു. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ ഇവിടെ നാം ഇപ്രകാരം മനസ്സിലാക്കുന്നു: നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറയപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റാൽ നമ്മളുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട മാർഗങ്ങളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനായിട്ട് ഇടയായിട്ട് അതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട 3 മാർഗങ്ങളെ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒന്നാമതായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം. നമ്മുടെ തെറ്റായിട്ടുള്ള മാർഗരീതികളെ നാം ഒഴിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചേരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. രണ്ടാമതായിട്ട് 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഹൃദയത്തിലുണ്ടാകുന്ന തെറ്റായിട്ടുള്ള പ്രവണതകളെ വിട്ടുകളയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: നമ്മിലെ പഴയ മനുഷ്യ അനുഭവങ്ങളെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുവാനായിട്ടും നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച അവയവങ്ങളാൽ തന്നെ നാം പലപ്പോഴും പാപത്തിന്റെ അടിമത്തത്തിൽ ആകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മുടെ ജീവിതം ജഡത്തെ അനുസരിച്ചുള്ളതാണെങ്കിൽ നാം മരിക്കും, എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ നാം മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. യഥാർത്ഥമായിട്ട് ആ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. നമ്മിലുള്ള പഴയ മനുഷ്യനായ ആദാമിനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് 2-ാം ആദാമായിട്ടുള്ള പുതിയ മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ ഇപ്രകാരം നാം വായിക്കുന്നു: ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഉള്ളിലെ ആത്മാവിനാൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കണം. പുതുക്കം പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിന് അനുരൂപമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കും. നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഉള്ള ജീവിതമാണ് നയിക്കുന്നതെന്നൊരു ബോധ്യം ഈ നാളുകളിൽ നമ്മെ നയിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഇയ്യോബ് പറഞ്ഞതുപോലെ, എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ടാണ്
പലപ്പോഴും നാം ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നത്. ഈ ദൈവ തേജസ് തിരിച്ചു പിടിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയായി തീരണം. പുതിയ സൃഷ്ടിയിൽ പഴയ പ്രവൃത്തികളും സ്വഭാവദൂഷ്യങ്ങളും നീക്കം ചെയ്യുക മാത്രമല്ല, മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പുകളും മാറ്റപ്പെടും എന്ന് നാം ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പുതുക്കം പ്രാപിച്ചാൽ എല്ലാവരിലൂടെയും വെളിപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവം മാത്രമാണ്, അല്ലെങ്കിൽ ക്രിസ്തു മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ വേർതിരിവുകളുടെയും അടിച്ചമർത്തലുകളുടെയും വിവേചനത്തിൻ്റെയും അതിപ്രസര കാലഘട്ടത്തിലൂടെയാവുന്നു കടന്നു പോകുന്നത്. എന്നാൽ ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ആത്മാവില്ലാത്ത പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നിത്യമായിട്ടുള്ള ജീവന്റെ അവകാശികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്രകാരം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവ തേജസ്സുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിനത്തിന്റെ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പഴയ മനുഷ്യനെ ആ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതുക്കം പ്രാപിക്കുവാനായിട്ട്, അപ്രകാരം ദൈവത്തിന് അനുരൂപമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട്, ദൈവ തേജസ് നിറഞ്ഞുകൊണ്ട് ജീവിതാനുഭവങ്ങളുമായി മുമ്പോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ജയ സന്തോഷം